ഹലോ. അപ്പോൾ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ. അപ്പോൾ കാലത്ത് നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞു. ഇന്ന് പാലുണ്ടായിരുന്നു, അപ്പോൾ പാൽ ചായയാണ് വെച്ചത്. ചായയൊക്കെ വെച്ചിട്ട് ഇവിടെ സിറ്റൗട്ടിൽ വന്നിരുന്നതാണ്. മുറ്റത്ത് നിറയെ പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ മുറ്റത്തിലുള്ള ചെമ്പരത്തിയും അങ്ങനെ കുറേ പൂച്ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂക്കളിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ പൂമ്പാറ്റകളും പിന്നെ കുഞ്ഞു കുഞ്ഞു അടയ്ക്ക പക്ഷികളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് കേട്ടോ. നമുക്ക് ഈ വർഷം ഓണമൊന്നുമില്ല, മോനേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് വർഷം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൂക്കളം ഇടലും ഒന്നും തന്നെ ഇല്ല. സാധാരണ പൂക്കളം ഇടുന്ന സമയത്ത് ഇത്രയൊന്നും പൂക്കളേ കിട്ടില്ല. ഈ വർഷം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. കാലത്തേക്ക് ചപ്പാത്തിയും കുറുമക്കറിയാണ് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ പീസ് ഒന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ഉരുളൻകിഴങ്ങും സവാളയും കൂടി മുറിച്ച് ഒരു പച്ചമുളകും ശകലം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. പൊന്നൂസ് വന്നിട്ടുണ്ട്, മോനേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെന്ത പച്ചക്കറിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണേ. പിന്നെ തേങ്ങ അരച്ചതും കൂടിയിട്ടാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്നുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനേട്ടനും പൊന്നൂസും പണി തുടങ്ങി. പൊന്നൂസും മാവൊക്കെ നല്ലവണ്ണം കുഴച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. മോനേട്ടൻ ഇവിടെ പരത്തണ ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി, മോനേട്ടൻ്റെ കയ്യിലേക്കൊക്കെ ഒരു എക്സസൈസും കൂടി ആവുമല്ലോ. അപ്പം ഞാനിവിടെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ചപ്പാത്തി ഇടാൻ സമ്മതിക്കുള്ളൂ. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കലും പരത്തലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇവർ രണ്ടുപേരും വന്നോളും. രണ്ടുപേർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പണികളൊക്കെ ഏറ്റെടുത്തോളും. എന്തായാലും ഇന്ന് ചിങ്ങം ഒന്നല്ലേ, അപ്പോൾ എനിക്കിന്ന് സഹായത്തിന് ആൾ കിട്ടി. എന്നും ഇങ്ങനെ തന്നെ ആവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അടുക്കള ഒരു യുദ്ധക്കളമാക്കി. ഇനി ഇതെല്ലാം എൻ്റെ ചുമതല വൃത്തിയാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കുറുമക്കറിയും ഒക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മോനേട്ടനെ കഴിക്കാൻ കൊടുത്തു, പൊന്നൂസിനും കഴിക്കാൻ കൊടുത്തു. എന്തായാലും ഇത്രത്തോളം ഒക്കെ ആയില്ലേ, മോനേട്ടൻ എന്നെ സഹായിക്കാനൊക്കെ ആയില്ലേ. കിടപ്പുന്ന ഒരു വശം ചരിയാൻ പോലും പറ്റാണ്ട് കിടന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ കുറേ പരീക്ഷിച്ചെങ്കിലും കൈവിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉച്ചക്കിലേക്കുള്ള പണി തുടങ്ങി. ഉച്ചക്കിലേക്ക് ഇനി ഒരു പരിപ്പ് കറി വെക്കണം, ഒരു ഉപ്പേരി എന്തെങ്കിലും ചെയ്യണം. പച്ചക്കറി വലുതായിട്ടൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ള സംഭവങ്ങളും കൊണ്ട് ഒരു പരിപ്പ് കറി വെക്കണം കേട്ടോ. പുറത്തെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിങ്ങമാസം 1-ാം തീയതി ആയിട്ട് തന്നെ മഴക്കാലം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാ ഇതിനിടയിൽ മോനേട്ടനും പൊന്നൂസും കൂടി ഡേറ്റ്സ് എടുത്ത് കഴിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് കുപ്പി കാലിയായി. അപ്പോൾ അങ്ങനെ ഉച്ചക്കിലേക്ക് പരിപ്പ് കറിൻ്റെ കൂടെ നമ്മളിന്ന് വൻപയർ തോരനാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അയ്യോ നല്ല മഴയാണ്, റോഡൊക്കെ അങ്ങനെ മുങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ 2 പപ്പടം ഉണ്ടായിരുന്നു. ആ പപ്പടത്തിന് മുറിച്ച് കാച്ചി വൻപയർ തോരനും പരിപ്പ് കറിയും പിന്നെ നെല്ലിക്കാച്ചാറും ചമ്മന്തിയും പിന്നെ ചൂട് മട്ടയരിയുടെ ചോറും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.